എല്ലാവർക്കും രാക്കാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോലാൻ മീൻ കറിയാണ് കേട്ടോ. നാളികേരപ്പാൽ ഒഴിച്ചിട്ട് സൂപ്പറാണ്. അപ്പം നമ്മളിതേ കോലാൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 വലിയ കോലാനാണ് കേട്ടോ. അപ്പോൾ അത് നന്നാക്കിയിട്ട് കഴുകി ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പൊടികൾ കാണാം. അപ്പോൾ ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. അത് 2 ടീസ്പൂൺ കളറിനാണ് എടുത്തേക്കുന്നത്. സാധാ മുളക് പൊടി 1.5 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് 2 കുടം കുടപ്പുളി വെള്ളത്തിൽ കീറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് 1 തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് താളിക്കാൻ ആവശ്യത്തിനാണ് കുറച്ച് ഉള്ളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറിക്ക് ആവശ്യത്തിന് നമ്മൾ 4 ചുവന്നുള്ളി എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് നടു കീറി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് നാളികേരപ്പാലിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരം ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. വെക്കാനായിട്ട് ചെറിയൊരു ചട്ടിയാണ് കേട്ടോ എടുത്ത് വെച്ചാൽ. അപ്പോൾ 2 മീനുള്ളത് കൊണ്ട് നമുക്ക് ഈ ചട്ടിയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം മീനെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടികളാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പിൻ്റെ ഇലയാണ്. ഇനി അതിൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് കുടപ്പുളിയാണ്. അപ്പോൾ കുടപ്പുളിയുടെ വെള്ളം നമ്മൾ ചേർക്കണില്ല, കുടപ്പുളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നന്നായി കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ കൈകൊണ്ട് എപ്പോഴും മിക്സ് ആക്കുമ്പോഴാണ് ഈ മീനിലേക്കൊക്കെ നന്നായി പിടിക്കുള്ളൂ. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ മിക്സ് ആക്കാൻ പറയുന്നത് കേട്ടോ. എല്ലാതും മുളകൊക്കെ പരത്തി നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കൊത്തി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നാളികേരത്തിൻ്റെ പാലൊക്കെ എടുക്കാനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അടിച്ചു കൊടുക്കാം കേട്ടോ. നാളികേരത്തിൻ്റെ പാല് ഇപ്പോൾ ഇതിൽ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കണമെന്നില്ല. നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള പാലിന് വേണ്ടിയിട്ട് മൊത്തം അടിച്ചെടുക്കാണ് കേട്ടോ. തിരുമ്പിയൊക്കെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം നമുക്കത് മൂടിയൊക്കെ തുറക്കാം. മൂടി തുറക്കുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണം നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നാളികേരപ്പാൽ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ വെള്ളം പോരായാണ്. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ പാലൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ആവശ്യത്തിനുള്ള നാളികേരത്തിൻ്റെ ബാക്കി പാലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്നും കൂടി നമ്മൾ കലക്കിതിങ്ങനെ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെള്ളം വയ്ക്കാം. നമ്മളെ കൈ ഇങ്ങനെ മുങ്ങണ രീതിയിൽ വേണം ഞാൻ എപ്പോഴും ഇതിങ്ങനെ നോക്കും. അങ്ങനെ നോക്കിയിട്ടാണ് ഇതിൽ വെള്ളം കറക്റ്റാക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. തള വരണ വരയ്ക്ക് നമുക്ക് മൂടി വയ്ക്കാം. തള വന്നതിന് ശേഷം ഇത് തുറന്ന് വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. തിളച്ചൊന്ന് നോക്കാം കേട്ടോ. തിളച്ചിട്ടുണ്ട്, ആവി വന്നേക്കണണ്ട. തുറന്ന് നോക്കാം. നല്ല പോലെ കറി തിളച്ചിട്ടുണ്ട്.
നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിലർ ഇങ്ങനെ ചട്ടി ഇങ്ങനെ ചിറ്റിക്കുന്നത് കാണാം. എനിക്കത് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പിൻ്റെയും പുളിയുടെയും അളവ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കാം. ഇപ്പോൾ കറിയിൽ ഇപ്പോൾ ഉപ്പും പുളിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഉപ്പൊക്കെ ഇത്തിരി കുറവായതുകൊണ്ട് കുറേശ്ശെയാണ് ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെ അളവും പുളിയുടെ അളവും കൂട്ടണം കേട്ടോ. പിന്നെ നമുക്കിനി അഥവാ ഉപ്പിടാൻ മറന്നു പോയെന്ന് വെച്ചാൽ ഞാൻ എല്ലാ പ്രാവശ്യം എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ഉള്ളി മൂപ്പിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പിട്ടിട്ട് ആക്കിയാൽ മതി. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ഉള്ളി മൂപ്പിച്ചത് ഒഴിക്കുമ്പോൾ കറക്റ്റ് കറിയിൽ ഉപ്പിൻ്റെ ഇത് കിട്ടും കേട്ടോ. 2 സെക്കൻഡോളായിട്ടാണ്. അപ്പോൾ നമുക്കത് കറിക്കുന്നു. അപ്പോൾ വേപ്പില നന്നായി വാടി അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഞാൻ വെച്ചേക്കുന്നത് വേറൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കാറ്റ് ഒഴിക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഞാൻ മീൻ കറിക്ക് വെളിച്ചെണ്ണ കുറച്ചധികം എടുക്കും. അപ്പോഴാണ് കറിക്കൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മൂത്ത് വരണം. അപ്പൊ നമ്മളൊന്ന് നന്നായി മൂത്ത് വരണം കേട്ടോ. ഉള്ളിലേക്ക് നമ്മൾ 2 മണി ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നത് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഉള്ളിയും ഇതിലേക്ക് എടുത്തിട്ട് ഒപ്പം ഒഴുകി വന്നോളൂ കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു അരിവശം മൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇളക്കി ഇങ്ങനെ കൊടുക്കണം. ഇളക്കി കൊടുത്താലാണ് എല്ലാ ഉള്ളിയും ഒരേപോലെ മൂത്ത് വരണം കേട്ടോ. നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം കൂടി ആ ചൂടായ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നന്നായി ഒന്നും കൂടി മുറുകാൻ വേണ്ടിയിട്ടാണ് സ്റ്റവ് ഓഫ് ആക്കി കൊടുത്തേക്കണേ കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളി നമ്മുടെ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേരപ്പാൽ ഒഴിച്ച് വെച്ചാൽ നമ്മുടെ കോലാൻ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.